നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു മാംഗോ ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ മിക്സിന്റെ ജാറിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ബീറ്ററിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബങ്ങനപ്പള്ളി മാങ്ങയാണ്. നല്ല പഴുത്ത മാങ്ങയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നന്നായിട്ട് പഴുത്ത മാങ്ങ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഈ ഒരു ടൈപ്പ് മാങ്ങയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് ഒരെണ്ണം മതിയാകുക. കാരണം ഒരെണ്ണം തന്നെ ഉണ്ടാവും ഒരു 350 മുതൽ 400 ഗ്രാം വരെയൊക്കെ. അതല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള മാങ്ങേൻ്റെ വലുപ്പം അനുസരിച്ച് 1-2 ഒക്കെ എടുക്കാം. ഇനി മാങ്ങ നമുക്ക് ജാറിലിട്ടിട്ട് അടിച്ചിട്ടൊന്ന് പ്യൂരിയാക്കി എടുക്കണം. ആദ്യം തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. മാങ്ങ മാത്രം ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ചെറിയ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 2 കപ്പ് മാങ്ങ അരിഞ്ഞതുണ്ട്. നമ്മൾ എത്ര മാങ്ങ എടുത്തെന്നൊന്നും നോക്കണ്ട. നമ്മൾ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 1 കപ്പൊക്കെ മാങ്ങേൻ്റെ പ്യൂരി കിട്ടിയാൽ മതി. അപ്പോൾ അതാ മാങ്ങയോടെ നന്നായിട്ട് പ്യൂരി ആക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു 1/2 കപ്പ് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തതും കൂടെ വേണം. അധികം കനമില്ലാത്ത കഷ്ണമാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഇത് അവസാനം നമ്മൾ ഐസ്ക്രീം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാനുള്ളതാണ്. കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കഴിക്കാൻ കിട്ടണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഇതേപോലെ തന്നെ ഐസ്ക്രീമിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റിലും മണത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമുക്കിതൊന്ന് ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് ഐസ്ക്രീമിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വന്നോട്ടെ കേട്ടോ. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി ഈ മാങ്ങയിലേക്ക് ഒന്ന് പിടിക്കുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. പഞ്ചസാര അലിഞ്ഞിട്ട് വെള്ളം പോലെ ആയിരിക്കുകയാണ്. അതൊന്ന് കുറുകി മാങ്ങയിലേക്ക് പിടിച്ചിട്ട് ഒന്ന് വറ്റി വന്നോട്ടെ. ഇപ്പം ഇതാ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ പ്യൂരിയാക്കി വെച്ചിരുന്ന മാങ്ങയുണ്ടല്ലോ, അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങുക. കളറൊക്കെ ഒന്ന് മാറി വരുന്നത് കാണാൻ പറ്റുന്നില്ല. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇത്രയും ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് മതി. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തൊരു റൂം ടെമ്പറേച്ചറൊക്കെ ആയാൽ മതി. പെട്ടെന്ന് തണുത്തിട്ടാണെങ്കിൽ ഫാനിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അത് തണുത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചെടുക്കാം. ട്രോപ്പോലൈറ്റിൻ്റെ മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിൻ്റെ ജാറ് നമ്മൾ ഈ വിപ്പിംഗ് ക്രീം അടിക്കുന്നതിനൊക്കെ ഒരു 1-2 മണിക്കൂർ മുൻപൊന്ന് ഫ്രീസറിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണേ. അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിരിക്കുന്ന ജാറിലേക്ക് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ആദ്യം ലോ സ്പീഡിൽ ഒരു 10 സെക്കൻഡ് അടിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ സ്പീഡ് കൂട്ടി മീഡിയത്തിലാക്കുക. പിന്നെ നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് തുറന്നു നോക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ലൂസായിട്ടാണ് ഉള്ളത്. താഴേക്ക് ഒഴുകി വീഴുന്നുണ്ട്. നമുക്ക് ഇത്രയും ആയാൽ പോരാ. അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ സ്പീഡിലൊരു 10 സെക്കൻഡ് അടിക്കുക. പിന്നെ സ്പീഡ് കൂട്ടി ഹൈ സ്പീഡിലൊരു 1-2 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഇത്രയും ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുക. തുറന്നു നോക്കിയിട്ട് നോക്കാം. ഇത് കണ്ടില്ലേ, നമ്മൾ സ്പൂണിൽ കോരിയെടുക്കുമ്പോൾ തിരിച്ചു പിടിക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് താഴേക്ക് ഒഴുകി വരുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ. നമ്മൾ കേക്കിന് അടിച്ചെടുക്കുന്ന പോലെ നല്ല സ്റ്റിഫായിട്ടുള്ള പീക്ക് വേണ്ട നമുക്ക്. അതായത് നമ്മൾ കോരിയെടുത്തിട്ട് തിരിച്ചു പിടിച്ചാലും താഴേക്ക് വീഴരുത്. അത്രയും ആ ഒരു പരുവത്തിൽ വേണ്ട. ഇതുപോലെ തിരിച്ചു പിടിക്കുമ്പോൾ താഴേക്ക് ഒഴുകി വീഴുന്ന തരത്തിലുള്ള സോഫ്റ്റ് പീക്ക് മതി. ഇത് നമ്മൾ ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്കിനൊക്കെ കിട്ടുന്ന പോലെ നല്ല സ്റ്റിഫായിട്ടുള്ള പീക്ക് കിട്ടും. അത്രയും വേണ്ട. ഒരുപാട് സ്റ്റിഫുള്ള പീക്കാക്കി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് വെച്ചാലും അതങ്ങനെ അലിയാതെ തന്നെ ഇരിക്കും. കേക്കിൻ്റെയൊക്കെ ക്രീം അലിയാതെ ഇരിക്കില്ലേ, അതുപോലെ ആയിപ്പോകും. അതുകൊണ്ട് നമുക്ക് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പീക്ക് തന്നെ മതി. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരി നന്നായിട്ട് തണുത്തതിന് ശേഷം അതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒറ്റ തവണ മാത്രം ഒന്ന് കറക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് തവണ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നങ്ങ് മിക്സായി വന്നാൽ മതി. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. അതിന് നന്നായിട്ട് തിളപ്പിച്ച 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ല തണുത്ത പാലാണ്. ഇനി എല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തണുത്ത പാലെന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലല്ല കേട്ടോ. അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ തിളപ്പിച്ചതിന് ശേഷം തണുത്ത് റൂം ടെമ്പറേച്ചറിലായിരിക്കുന്ന പാലാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒറ്റ തവണ മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതിയേ. ഒന്നങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് മതി. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ തണുക്കാനായി വെച്ചിരുന്ന മാങ്ങാ കഷ്ണങ്ങളുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം.
എന്നിട്ടൊന്ന് സ്പൂണും കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിട്ടിട്ട് പിന്നെ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാനുള്ളതാണ്. അതുകൊണ്ട് സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ഏത് പാത്രമാണോ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഐസ്ക്രീമിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആവുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഫ്രീസറിലേക്കാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ മുകളിൽ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ടോ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് അങ്ങ് അടച്ചു കൊടുക്കാം. നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇന്ന പാത്രം തന്നെ വേണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. ഇനി ഇതൊരു 6-7 മണിക്കൂർ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ഫ്രീസറിൻ്റെ തണുപ്പനുസരിച്ച് കൂടുതൽ സമയം വെക്കണം എന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കണേ. എന്തായാലും അതൊന്ന് തണുത്ത് സെറ്റാവാനുള്ള സമയം കൊടുക്കണം. ഞാനിപ്പോൾ വൈകുന്നേരം വെച്ചിട്ട് രാവിലെയാണ് എടുക്കുന്നത്. തുറന്നു നോക്കാം. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇത് വേണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് മാങ്ങേൻ്റെ കഷ്ണങ്ങളൊക്കെ കാണുന്നില്ലേ? ഇത് നമുക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലതായിരിക്കും. നമ്മൾ ചേർത്തിരിക്കുന്ന മാങ്ങേൻ്റെ ഫ്ലേവർ തന്നെയായിരിക്കും കേട്ടോ നമ്മുടെ ഐസ്ക്രീമിന് ഉണ്ടാകുക. അപ്പോൾ നമുക്ക് ഏത് മാങ്ങയാണോ ഇഷ്ടം, ഏത് ഫ്ലേവറാണോ കൂടുതൽ ഇഷ്ടം, അതിനനുസരിച്ചുള്ള മാങ്ങ ചേർത്ത് കൊടുക്കണേ. അതുപോലെ ഇതിന് മുൻപ് ഞാൻ വാനില ഐസ്ക്രീമിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീം ആയിരുന്നേ അത്. അപ്പോൾ അതും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ഇത് നമ്മൾ എടുത്തിരുന്ന അളവൊക്കെ വെച്ചിട്ടൊരു 15 സ്കൂപ്പ് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കഴിച്ചും കൂടെ നോക്കട്ടെ കേട്ടോ. അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല മധുരമൊക്കെ ഉണ്ട്. മാങ്ങേൻ്റെ ഫ്ലേവറും മുന്നിലേക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് മാങ്ങയാണോ ഇഷ്ടം അത് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ കൂടുതൽ കിട്ടുന്ന ഈ ഒരു സമയത്ത് ഇതുപോലെ ഒരു ഐസ്ക്രീമും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ എഴുതുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഇല്ലേ, അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെയുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.